വേണ്ട അറിവ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അറിവ് ഒത്തിരി വർദ്ധിച്ച് കുഞ്ഞുങ്ങൾ അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ പോലും ചെയ്യാതെ മാറിപ്പോകുമ്പോൾ ഈ പകൽ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ അറിവ് വിശുദ്ധ തിരുവെഴുത്തിനെ കുറിച്ചുള്ള അറിവാണ്. ഈ അറിവാണ് ഒരു പാസ്റ്ററെ യഥാർത്ഥ പാസ്റ്ററാക്കുന്നത്. ഈ വചനമാണ് ഒരു വിശ്വാസിയെ യഥാർത്ഥ വിശ്വാസിയാക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനമാണ് ഒരു ബിസിനസ് മേനെ കറപ്റ്റഡ് ആകാതെ നേർവഴിയിൽ ബിസിനസ് ചെയ്യാൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ വചനമാണ്. പഠിക്കുന്ന കുഞ്ഞ് വേണ്ടാത്ത ക്രൂക്കഡ് വേ എടുക്കാതെ മാന്യമായി എക്സാം എഴുതാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. പാപം മുന്നിൽ വരുമ്പോൾ ഇത് പാപമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവ സാന്നിധ്യം കുടുംബത്തിനകത്ത് കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മോട് പ്രബോധിപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. പപ്പായെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. മമ്മിയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് മാതാപിതാക്കളെ പഠിപ്പിക്കുന്നു. ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം, കീഴ്പ്പെടണമെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. യജമാനന്മാരെ, നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. ജോലി ചെയ്യുന്ന ജോലിക്കാരെ നിങ്ങളുടെ ഓഫീസേഴ്സിനോട്, നിങ്ങളുടെ ടീം ലീഡേഴ്സിനോട്, നിങ്ങളുടെ HODയോട്, നിങ്ങളുടെ സിഇഒയോട് എങ്ങനെ ഇടപെടണമെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. ഈ വചനം അനുസരിക്കുന്നവരാരും അവരുടെ കരിയറിൽ അവർ പരാജയപ്പെടില്ല. ഈ വചനം അനുസരിക്കുന്നവരാരും അവരുടെ കുടുംബജീവിതത്തിൽ പരാജയപ്പെടില്ല. ഈ വചനം അനുസരിക്കുന്ന ആരും അവരുടെ എഡ്യൂക്കേഷനിൽ അവർ പരാജയപ്പെടില്ല. കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. അപ്പൊ ഈ വചനത്തെ ചേർത്ത് പിടിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്.